ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ ദിവ്യകൃപ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് മോശയോട് ദൈവപിതാവ് അരുളി ചെയ്തത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കും നമ്മുടെ ഷൂസും ചെരുപ്പും ഒക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഭൂമി ദേവിയെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെ കാലുകൾ നിലത്തുറപ്പിക്കാം. വിരലുകള് കാൽപാദം തറയിൽ തൊട്ടിരിക്കുന്ന ആ ചെറിയ തണുപ്പ് നമുക്ക് ഒന്ന് അനുഭവിക്കാം. ആ തണുപ്പിങ്ങനെ കാലുകളിലൂടെ നമ്മുടെ ശരീരത്തിലാകമാനം ഒരു സാന്ത്വന സ്പർശമായിട്ട് പടർന്നു കയറുന്നത് നമുക്കൊന്ന് ഭാവന ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യാം. കാൽവിരലുകളിലൂടെ, കാൽമുട്ടുകളിലൂടെ, സിരകളിലൂടെ ആ തണുപ്പ് നമ്മളെ സാന്ത്വനപ്പെടുത്തുന്നത് നമുക്കറിയാം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈശോയെ എന്നെ കഴുകണമേ എന്ന് നമുക്ക് പറയാം. ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും ഈശോയെ എന്നെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലയിൽ എവിടെയെങ്കിലും അസ്വസ്ഥതയോ വേദനയോ ചൊറിച്ചിലോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൈയെടുത്ത് ആ സ്ഥലം തടവാതെ ചൊറിയാതെ ആ അസ്വസ്ഥത ഒന്ന് അനുഭവിക്കുക. തോളെല്ലുകളിലും കഴുത്തിനുമൊക്കെ വേദനയോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. നടുവിനോ ബാക്ക് പെയിനോ മുട്ടുകൾക്ക് വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന സത്യം നമ്മൾ അറിയുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മുട്ടുകളിലേക്ക് കൈകൾ വെച്ചിട്ട് ശാന്തമായി ഈശോയോട് പറയാം, ഈശോയെ നിന്റെ മുൻപിലല്ലാതെ വേറെ ആരുടെ മുൻപിലും മുട്ടുമടക്കാനുള്ള ഒരവസരം എനിക്കുണ്ടാവരുതേ. നിന്റെ നാമത്തിലും നിന്റെ സമ്പത്തിലും നിന്റെ സമാധാനത്തിലും നിന്റെ സ്നേഹത്തിലും സുരക്ഷിതത്വത്തിലും നിവർന്നു നിൽക്കുവാൻ, തലയുയർത്തി നിൽക്കുവാൻ, അന്തസ്സോടെ ആയിരിക്കുവാൻ, സമാധാനത്തോടെ ആയിരിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സിൽ ശാന്തമായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്നത്തെ തിരുവചനം നമുക്ക് കേൾക്കാം. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. അസൂയ ശവക്കുഴി പോലെ ഭയാനകവും. ഉത്തമഗീതത്തിന്റെ അവസാന വാചകങ്ങളിൽ ഒന്നാണിത്. മനസ്സുയർത്തി ഹൃദയം തുറന്ന് നമുക്കൊന്നുകൂടി കേൾക്കാം. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. അസൂയ ശവക്കുഴിയേക്കാൾ ഭയാനകമാണ്. ഈശോയുടെ സന്നിധിയിൽ ഇന്നലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആരോടൊക്കെയാണ് അസൂയയും മാത്സര്യവും തോന്നിയത് എന്ന് നമുക്കൊന്ന് ഓർക്കാം. സൗന്ദര്യത്തിന്റെ പേരിലോ, ശരീര വടിവിന്റെ പേരിലോ, കഴിവുകളുടെ പേരിലോ, പണത്തിന്റെ പേരിലോ, സ്നേഹിക്കപ്പെടുന്നതിന്റെ പേരിലോ ഒക്കെ നമ്മുടെ മനസ്സിൽ കുഞ്ഞു കുഞ്ഞു കൂണുകൾ പോലെ അസൂയയുടെ നാമ്പുകൾ മുള പൊട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ത ബോധപൂർവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് നമുക്ക് പറയാം, ഈശോയെ നിന്റെ ദൃഷ്ടിയിൽ, നിന്റെ സൃഷ്ടിയിൽ ഞാൻ അത്യുന്നതനാണ്. അവിടുന്ന് അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ്
എന്നെ സൃഷ്ടിച്ചത്. നല്ല നാഥ, അങ്ങയുടെ തിരുമുൻപിൽ എൻ്റെ ജീവിതത്തെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അസൂയ തോന്നിയ നിമിഷങ്ങളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എനിക്ക് അസൂയ തോന്നിയ ആ വ്യക്തികൾക്ക് നന്മ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോയെ, എൻ്റെ മനസ്സിലെ അസൂയ എന്ന ആ ഒരു ചീത്ത വികാരത്തെ അങ്ങയുടെ തിരുപ്പുൽക്കൂടിന് സമീപം ഞാൻ ഉപേക്ഷിക്കുകയാണ്. നന്മയും സ്നേഹവുമായി അവിടുന്ന് അതെനിക്ക് തിരിച്ചു തരണമേ. ഉണ്ണീശോയെ, അങ്ങയെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ഈ ഒരു ദിവസം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ.